കോഴി വളർത്തപ്പില്ല ഇല്ല, വൻ പരാജയമായിരുന്നത്. പടം പിടിക്കുന്നത് പോലെ തന്നെ. ദൈവമേ കൈതൊഴാം കെ കുമാർ ആകണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ പടത്തെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നില്ലേ? അടുത്തതാണോ ഇനിയിപ്പം മനസ്സിൽ? അല്ല, ആ പടം ജനകീയ കോടതിയിലേക്ക് വിട്ടുകൊടുത്തു. ഇനി ആ പടത്തിൽ ഞാൻ ചിന്തിച്ചിട്ട് കാര്യമില്ല, ചിന്തിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഈ ചിത്രത്തിൽ നിന്ന് താങ്കൾ പഠിക്കുന്ന പാഠം എന്തായിരിക്കും? അടുത്ത ചിത്രത്തിൽ എന്ത് മാറ്റങ്ങളാണ് അതിൽ വരുത്തുക? അങ്ങനെ ഒരു പടത്തിന് ഇപ്പോൾ ഉദാഹരണത്തിന് ആടെന്ന പടം, എനിക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ടിനേക്കാൾ ഇഷ്ടപ്പെട്ട ഫസ്റ്റ് പാർട്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് പാർട്ട് പരാജയമായിരുന്നു, സെക്കൻഡ് പാർട്ട് വിജയമായിരുന്നു. അപ്പോൾ എനിക്കെന്തൊരു കുഴപ്പമാണെന്ന് എനിക്ക് തോന്നി, ഇതേതാണ് ഞാനല്ല ശരി എന്നുള്ള തോന്നൽ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനാണ് ശരി എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ എവിടെ ഞാൻ സ്റ്റാൻഡ് ചെയ്യണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. പൊക്കാളി കൃഷിയും കോഴി വളർത്തലൊക്കെ എങ്ങനെ പോകുന്നു? കോഴി വളർത്തപ്പില്ല, ഇല്ല, വൻ പരാജയമായിരുന്നത്. പടം പിടിക്കുന്നത് പോലെ തന്നെ. അങ്ങനെ എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു, അച്ഛൻ പെട്രോളിയത്തിൻ്റെ ബിസിനസ് ചെയ്യും, പെട്രോളിന് വില കുറയും, പെട്രോൾ പമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് പിറ്റേ ദിവസം തന്നെ വില കുറയും. അങ്ങനെ വരെ ആക്ഷേപിക്കാൻ തുടങ്ങി തന്നെ സ്വന്തം മക്കൾ പോലും. ഒരു ബിസിനസ് ചെയ്തിട്ട് ഞാൻ രക്ഷപ്പെട്ടില്ലെന്ന് വരെയിട്ട് ഒരു ബിസിനസ്. പക്ഷെ റൂട്ടുകൾ മാറ്റി പിടിക്കുന്നതാണ്. ഒരുപാട് റൂട്ടുകൾ ഒരേ റൂട്ടിൽ ഓടുന്നതിനെ ഏറ്റവും വെറുക്കുന്ന ആളാണ്. സത്യനന്ദിക്കാടിന്റെ സിനിമകളെ കുറിച്ച് ഒരിക്കൽ മാതൃഭൂമി ഓണപ്പതിപ്പിൽ നടത്തിയിട്ടുള്ള അഭിമുഖ സംഭാഷണത്തിൽ, താങ്കളുമായിട്ടുള്ള അഭിമുഖത്തിൽ, സത്യനന്ദിക്കാടിന്റെ സിനിമകൾ ഒരേ റൂട്ടിൽ ഓടുന്ന ബസ്സാണ് എന്ന്. അതിൻ്റെ താഴെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു, അതാരും എഴുതിയില്ല. അങ്ങനെയുള്ള ഒരു സ്ഥിരം പതിവ് ചേരുവകളുള്ള ചിത്രങ്ങൾ പ്രൊഡ്യൂസർമാർ സേഫാണ് എന്ന് അതിൻ്റെ താഴെ എഴുതിയിരുന്നു.